മാറി നിന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സഖാവ് എന്റെ പ്രസംഗം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ കൂടി വിലപേശി വിറ്റിട്ടാണ് അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത് എന്ന് നിങ്ങളോട് പറയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട CPI-ക്കാരെ, നിങ്ങളെ പറഞ്ഞു പറ്റിക്കാണ് വീണ്ടും, നിങ്ങളെ ചതിക്കാണ് വീണ്ടും. ആ കരാറിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയില്ല. അത് ടെർമിനേറ്റ് ചെയ്യാൻ, അതിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. അതും രണ്ടാം കക്ഷിക്ക് 30 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തിട്ട് ഇനി അതിൽ ഭേദഗതി വരുത്തുമെന്നാണോ? ഭേദഗതി വരുത്തണമെങ്കിൽ മ്യൂച്വൽ കൺസെന്റ് വേണം. രണ്ടു കൂട്ടരും സമ്മതിക്കണം. പിണറായി വിജയനും ശിവൻകുട്ടിയും ഇവിടെ നിന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അവിടെ ഇരിക്കുന്ന നരേന്ദ്രമോദിയും ധർമ്മേന്ദ്ര പ്രധാനും തീരുമാനിക്കണം. അവർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന്. കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വർഗീയത കുത്തിവെക്കാനുള്ള ഒരു അവസരം അവര് പാഴാക്കില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് സഖാവ് നിങ്ങള് ഈ കേരളത്തെ പിന്നിൽ നിന്ന് ചതിക്കുന്ന മട്ടിൽ ആ PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചത് എന്നാണ്. എന്ന് വെച്ചാൽ ഇനി തിരിച്ചു വരാൻ കഴിയാത്ത, ഇനി വീണ്ടെടുക്കാൻ കഴിയാത്ത വലിയ ഒരു ചതിയിലേക്ക് ഇയാൾ കേരളത്തെ കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ്. നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങളിലേക്ക് RSS നേതാക്കന്മാരെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ കടന്നു വന്നാൽ, RSS കുത്തിവെക്കുന്ന വിഷം നമ്മളുടെ പൊന്നുമക്കളുടെ മനസ്സിൽ കളർന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയോ നിങ്ങൾക്ക്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇവിടേക്ക് വരുമ്പോ അവിടെ ഒരു ക്ഷേത്രത്തിന്റെ പേര് കണ്ടു. ആ ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കണ്ടു. തേഞ്ഞിപ്പാലത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ, ഇവിടുത്തെ നീലോൽപ്പാലത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ, നമ്മള് ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഒരു ചെറിയ ചീളുകല്ലും പോലും വീഴാതിരിക്കാൻ കാവലാണ്. നമ്മുടെ പള്ളികൾക്ക്, നമ്മുടെ മിനാരങ്ങൾക്ക് അവരാണ് കാവൽ. അങ്ങനെ സാഹോദര്യത്തോടെ നാം ജീവിച്ച ഈ നാട്ടിൽ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് RSSന്റെ വിഷം കയറി ചെന്നാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിൽ I love മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ട് ആ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറുകാരൻ നമുക്കിടയിലും ഉണ്ടായി വരും എന്നതാണ്. ആ വലിയ അപകടത്തിലേക്ക് ഇവർ കേരളത്തെ കൊണ്ടുപോയി. ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളോടൊക്കെ ചോദിക്കും, രാജസ്ഥാനിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഒപ്പിട്ടില്ലടോ. അല്ലടോ, ഞാൻ ചോദിക്കട്ടെ, രാജസ്ഥാനിലെ കോൺഗ്രസുമായി ഞങ്ങൾ ലീഗിന് എന്താ ബന്ധം? നിങ്ങളൊന്ന് പറയും. ഞങ്ങളവിടെ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടോ? ഞങ്ങൾക്ക് കോൺഗ്രസ് അവിടെ സീറ്റ് തന്നോ? ഇല്ലല്ലോ. ഞാനിത് ചോദിക്കാൻ കാര്യം, നിങ്ങൾ ഈ പറയുന്ന രാജസ്ഥാനിലെ കോൺഗ്രസ് അവരുടെ വോട്ട് വാങ്ങിയതാരടോ? അവരുടെ വോട്ട് വാങ്ങിയതാരാ? ഇത് ഒപ്പുവെച്ച അശോക് ഗെഹ്ലോട്ടിന്റെ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുത്തതാരാ? CPM-ന് രാജസ്ഥാനിൽ 2 MLA-മാരുണ്ട്. ആ 2 MLA-മാരും അശോക് ഗെഹ്ലോട്ടിന് പിന്തുണ കൊടുത്തവരാണ്. ഇത്തവണത്തെ പാർലമെന്റിൽ ഈ കേരളത്തിൽ നിന്ന് പോയ രാധാകൃഷ്ണന് പേടിക്കൂട്ടിന് പേടിച്ച് വരച്ചൊറ്റക്കിരിക്കാതിരിക്കാൻ പിന്നെയും 3 പേരുണ്ട്. 2 പേർ തമിഴ്നാട്ടിൽ നിന്ന്, ഒരാൾ രാജസ്ഥാനിൽ നിന്ന്. ജയിച്ചത് ചുറ്റിക്കാരുവാൾ നക്ഷത്രത്തിൽ ജയിച്ച ആളിന്റെ പേര് അംബ്രാറ. അവിടെ CPM-കാരാകെ 10 പേര് തികച്ചില്ല. അംബ്രാറാമിനെ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ചയച്ചത് രാജസ്ഥാനിലെ കോൺഗ്രസുകാരടോ. രാജസ്ഥാനിലെ കോൺഗ്രസ് ചെയ്തവര് ഞങ്ങളെക്കാൾ മറുപടി പറയാൻ ഉത്തരവാദിത്തം നിങ്ങൾക്ക്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പെട്ടിയില് രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ ഒരൊറ്റ വോട്ടില്ല. CPM-ന്റെ പെട്ടിയില് രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ വോട്ട് 6 ഉണ്ട്. അതിന്റെ കണക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങളോട് ചോദിക്കണ്ട. ഞാൻ പറയുന്നത്, ഇമ്മട്ടിൽ രാജ്യം പിടിച്ചടക്കാനുള്ള RSSന്റെ അജണ്ട ഈ കേരളത്തിൽ നടപ്പാക്കാൻ അവസരം കൊടുത്തിട്ട് മൂപ്പരെ ബഡായിട്ടായിരുന്നു. അതുകൂടി ഓർക്കണം കേട്ടോ, നമ്മൾ മറന്നു പോകരുത്. ലീഗിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നതുകൊണ്ടാണ് ഇതെന്താണ് പരിപാടി എന്ന് അന്വേഷിക്കാതെ തന്നെ ഇവിടേക്ക് പുറപ്പെട്ടത്. ഓഫീസ് ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് മെമ്പർഷിപ്പ് പൂർത്തിയാക്കി ഇവിടെ ചുമതല ഏറ്റെടുത്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ നേതൃത്വം, എൻ്റെ പിന്നിലിരിക്കുന്ന ഈ ചെറുപ്പക്കാർ, അവരുടെ ആദ്യത്തെ ഒരു ദൗത്യം എന്ന നിലക്കാണ് നീരോൽപ്പാലത്ത് ഈ ഓഫീസ് തുടങ്ങിയത് എന്നറിയുമ്പോൾ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പക്കാരെ കുറിച്ച്, നമ്മൾ മുതിർന്ന തലമുറക്ക് വല്ലാതെ പരാതികളേറുന്ന ഒരു കാലമാണ്. ഇവർക്ക് നാടിനെ കുറിച്ച്, വീടിനെ കുറിച്ച്,
സമുദായത്തെക്കുറിച്ചൊന്നും ഒരാലോചനയുമില്ലാത്ത അവനവനിസത്തിന്റെ ഒരു പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവരാണ്. തങ്ങൾക്കപ്പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ച് അവരാലോചിക്കാനോ ആ ലോകത്തെ കുറെ കൂടി മെച്ചപ്പെട്ട ഒന്നാക്കി മാറ്റിയെടുക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യമില്ല എന്നൊരു പരാതി നമ്മൾ അവരോട് ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോ നമ്മൾ അങ്ങനെ ആക്ഷേപം ചൊരിയുന്ന തലമുറയിലെ പ്രതിനിധികൾ ചേർന്ന് ഇവിടെ ഒരു ഓഫീസ് തുടങ്ങിയിരിക്കുന്നു. ആ ഓഫീസിനെ കുറിച്ച് ഇവിടെ സ്വാഗതം പറയുമ്പോൾ ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ ആ കുട്ടി പറഞ്ഞു, അതിന് പേരന്വേഷിക്കുമ്പോ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. കാരണം കാലിക്കറ്റ് സർവകലാശാല തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഈ കുന്നിൻ ചെരുവിൽ, ഈ നാട്ടിൻപുറത്ത് മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും ഒരു ഓഫീസ് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോ ആ ഓഫീസിന് പേര് പരതി പോവേണ്ടതില്ല. നവോത്ഥാനത്തിന്റെ, സാംസ്കാരിക വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ, രാഷ്ട്രീയ ശാക്തീകരണത്തിന്റെ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അതിജീവന സമരത്തിന്റെ ചരിത്രം രണ്ടു വാക്കുകളിലേക്ക് ചുരുക്കി എഴുതുക എന്നാര് പറഞ്ഞാലും CHM അല്ലാതെ അത് ചുരുക്കി എഴുതാൻ കഴിയില്ല എന്ന ബോധ്യം നമുക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ഓഫീസ്, ഇതിന്റെ നാമകരണം, ഇതൊക്കെ നമുക്ക് ആവേശം നൽകുന്ന കാഴ്ചകളാണ്. അതോടൊപ്പം നമ്മളിവിടെ രണ്ടു ചെറുപ്പക്കാര് ഹാരാർപ്പണം നടത്തി. അവര് ഒരു സമരത്തിൽ പങ്കെടുത്തവരാണ്. ആ സമരം നമുക്കറിയാവുന്നതുപോലെ ഈ സർവകലാശാല കേന്ദ്രീകരിച്ച് SFI നടത്തിവരുന്ന ഏകാധിപത്യത്തിനെതിരെ, അവരുടെ വോട്ട് ചോരിക്കെതിരെ, ഈ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട്, അവരെ സംരക്ഷകരാക്കി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ക്യാമ്പസ് ജനാധിപത്യത്തെ കീഴടക്കുന്ന സംഘപരിവാറിന്റെ വോട്ട് ചോരിയുടെ കേരള മോഡൽ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തുന്ന SFIക്കെതിരെ നേർക്കുനേരെ നിന്ന് പൊരുതിയതിനാണ് ആ ചെറുപ്പക്കാർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഞാൻ പറഞ്ഞത്, ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കേണ്ടുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം, നിങ്ങളുടെ ഈ ഓഫീസിന്റെ പേര്, നിങ്ങളുടെ ഈ ഓഫീസ് നിലനിൽക്കുന്ന പ്രദേശം, അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ ആദരവേറ്റുവാങ്ങിയ രണ്ടു ചെറുപ്പക്കാർ, ഈ പ്രതീകങ്ങളാകെ ഇവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വാഭാവികമായും ഇവിടെ ലീഗിന്റെ ഒരു ഓഫീസ് തുറക്കുമ്പോൾ അത് റിലീഫ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാവുക എന്നത് സ്വാഭാവികമാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഈ ഓഫീസിന്റെ ഈ പടികൾ കയറി ഒരാൾ ഒരു സഹായം തേടി വന്നാൽ ആ മനുഷ്യനെ വെറും കൈയോടെ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മടക്കി അയക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത് നമ്മുടെ സംഘടനാ ശരീരത്തിൽ, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സംസ്കാരത്തിൽ, ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ ഖൽബിൽ അത് ഉരുകിച്ചേർന്ന ഒന്നാണ്. റിലീഫ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മോട് ആരും ആഹ്വാനം ചെയ്തിട്ട് നാം നടത്തുന്നതല്ല. ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്ന നിലക്ക് ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തി പോന്നിട്ടുള്ള പ്രവർത്തനങ്ങളാകെ ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് ഏകോപിപ്പിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുക, ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ട അതിനേക്കാൾ വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത് നാം ഈ കാലഘട്ടത്തിൽ നടത്തേണ്ടുന്ന രാഷ്ട്രീയ സമരമാണ്. മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏത് തടവറയ്ക്കുള്ളിൽ അവരടക്കാൻ ശ്രമിച്ചാലും, ഏത് ഇരുമ്പഴികൾക്ക് പിന്നിൽ അവർ തളയ്ക്കാൻ ശ്രമിച്ചാലും അടങ്ങാത്ത സമരാവേശത്തോടെ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇരമ്പിക്കയറുന്ന സമരത്തിലമാലകൾ തീർക്കേണ്ട ഒരു കാലമാണിത്. കാരണം നമ്മുടെ നാട് അതിനിർണായകമായ, ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, ഇന്ത്യയുടെ ജനാധിപത്യം നിരന്തരം ചലനാത്മകമായ ഒന്നാണ് എന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ, ഇപ്പോ നമുക്കറിയാം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. തൊട്ടു പിന്നാലെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. എന്നാൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് ബീഹാറിൽ അവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുക. എന്നാൽ അടുത്ത മാസം മഹാരാഷ്ട്രയിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടക്കും. വരാനിരിക്കുന്ന ഏപ്രിൽ മാസത്തോടെ കേരളം, തമിഴ്നാട്,
പശ്ചിമ ബംഗാൾ, ആസാം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വരാനിരിക്കുന്ന വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ചിലരൊക്കെ പറയും ഇത് വലിയ അസൗകര്യമാണ്, എല്ലാ കൊല്ലവും രാജ്യത്ത് എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുക, അതിന്റെ ഭാഗമായി കോഡ് ഓഫ് കോണ്ടക്ട് വരിക, അതുകൊണ്ട് ഇത് പറ്റൂല. എല്ലായിടത്തേക്കും നിങ്ങളുടെ ഈ നീലോൽപാലം വാർഡ് മുതൽ നിങ്ങൾ പ്രദാനം ചെയ്യുന്ന മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലം വരെ ഒരൊറ്റ ദിവസം ഒറ്റ തെരഞ്ഞെടുപ്പ്. അതാണിപ്പോ രാജ്യത്ത് BJP മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ട, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. നിരന്തരമായി തെരഞ്ഞെടുപ്പുകൾ, ഈ വോട്ടെടുപ്പ്, അതിനുവേണ്ടി വരുന്ന ചെലവ്, അത് നഷ്ടമാണ് എന്ന് പറഞ്ഞ് രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നവർ BJP-ക്കാർ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് കാണുന്ന പോസിറ്റീവായ ഒരു സംഗതി, ഇപ്പൊ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നീരോൽപാലത്തെ ഈ വാർഡിൽ ആഴ്ചകൾക്കപ്പുറത്ത് ഈ വാർഡിന്റെ മെമ്പറെ തെരഞ്ഞെടുക്കാൻ ഇവിടുത്തെ മനുഷ്യർ പോളിംഗ് ബൂത്തിൽ അണിനിരക്കുമ്പോ അവിടെ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡയലോഗുണ്ട്, അവിടെ നടക്കുന്ന ഒരു രാഷ്ട്രീയ സംവാദമുണ്ട്. അത് ഇവിടുത്തെ ഭരണപക്ഷവും ഇവിടുത്തെ പ്രതിപക്ഷവും തമ്മിലാണ്. ഭരണപക്ഷം എന്ന് പറയുന്ന 5 വർഷത്തേക്ക് കേരളത്തിൽ അധികാരം ലഭിച്ച ഗവൺമെന്റ് അവർ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു, അവർ വിമർശിക്കപ്പെടുന്നു. കഴിഞ്ഞ ഇത്രയും കാലം അവർ എന്തു ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കാൻ, അവർ പോകുന്ന വഴി തെറ്റെങ്കിൽ അത് തിരുത്താൻ, അവർക്കൊരു അടി കൊടുക്കാൻ, അവരെ ശാസിക്കാൻ ജനാധിപത്യത്തിലെ ഒരു ഗവൺമെന്റിനോട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് ജനങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ ഈ തെരഞ്ഞെടുപ്പുകൾ അവസരമായി മാറുന്നു എന്നതാണ്. അടിക്കടി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളാണ് രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി മുതൽ ആ വാർഡിലെ ജനപ്രതിനിധി വരെ നിരന്തരം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംവാദം നടക്കുന്നു എന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഞാനിത് ഇത്രയും നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വച്ചത്, ദിവസങ്ങൾക്കപ്പുറത്ത് ഈ കേരളത്തിൽ ഇതാ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ ഉയരാൻ പോകുന്നു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണം. ഞാൻ ആദ്യം പറഞ്ഞ നിരന്തരം സംവാദാത്മകമാകുന്ന ഇപ്പൊ കേരളത്തിന്റെ ഒരു ഉദാഹരണം പരിശോധിച്ചാൽ, കഴിഞ്ഞ ഏതാണ്ട് 5 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ, ആ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുമ്പോ ആ സർക്കാരിന്റെ 5 വർഷവും ഓഡിറ്റ് ചെയ്യപ്പെടണം. 2ാം LDF മന്ത്രിസഭ, 1ാം LDF മന്ത്രിസഭ, കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെന്റ് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തിനിടയിൽ ഭരണത്തുടർച്ച ഉണ്ടാക്കുമ്പോ പിണറായി വിജയൻ എന്നൊരു ഒറ്റ വ്യക്തി ആ 2 മന്ത്രിസഭകളുടെയും മുഖ്യമന്ത്രിയാകുമ്പോ ഈ 2 ഭരണകാലയളവുകളും കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റം അവിടെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഇനി രാജ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴോ, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴോ, ആ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ക്യാമ്പയിൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുമ്പോഴോ, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന 11 വർഷക്കാലം അവിടെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഞാൻ അത് പറഞ്ഞു വച്ചത്, സമീപകാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റമുണ്ട്. നമ്മളിപ്പോ ജീവിക്കുന്നത് കണ്ണുകെട്ടിയ ഒരു ജനാധിപത്യത്തിനകത്താണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാജ്യം ഭരിക്കുന്നവരുടെ ഭരണത്തിന്റെ നേട്ടങ്ങളെ, അവരുടെ കോട്ടങ്ങളെ മാധ്യമങ്ങളിലൂടെ, പൊതുമണ്ഡലത്തിലൂടെ ജനങ്ങൾ വിചാരണ ചെയ്യുന്ന, തെറ്റെങ്കിൽ അവരെ തിരുത്തുന്ന, അവരെ ആട്ടിപ്പുറത്താക്കുന്ന, അവർ ശരിയാണെങ്കിൽ അവരെ തുടരാൻ അനുവദിക്കുന്ന ജനാധിപത്യത്തിന്റെ കരുത്ത് അത് ചോർത്തിക്കളയുന്ന ഒരു പ്രൊപ്പഗണ്ട ക്യാമ്പയിൻ രാജ്യത്ത് ഇപ്പൊ ശക്തിപ്പെട്ടു വരുന്നു എന്നതാണ് ഒരൊറ്റ ഉദാഹരണം. യമുന നദി രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്, നമുക്കറിയാം. ഗംഗ, യമുന, ഈ 2 നദികളെ കുറിച്ച് പഠിക്കാത്ത ആരുമില്ല ഇവിടെ. ഇതിനകത്ത് ഈ യമുന നദിയുടെ ഒരു പ്രത്യേകത, ഗംഗ പോലെ തന്നെ, ഞാനിപ്പോ യമുനയുടെ കാര്യം പറയുന്നത് കൊണ്ട് ഗംഗാ നദിയുടെ ഇതിലേക്ക് പോകുന്നില്ല എന്നുള്ളൂ. ആ നദി അങ്ങേയറ്റം മലിനീകരിക്കപ്പെട്ട ഒരു ജലസ്രോതസ്സാണിപ്പോ. നമ്മുടെ BJP ഗവൺമെന്റ് ഇന്ത്യയിൽ വന്നപ്പോ അവർ ഈ യമുന നദി ശുദ്ധീകരിക്കാൻ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. 1ഉം 2ഉം കോടി രൂപയല്ല, 10,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണത്. യമുനാ നദിയിലെ അതിന്റെ തീരത്തുള്ള ഫാക്ടറികളിൽ നിന്ന് ഒഴുകിയടിയുന്ന വിഷവസ്തുക്കൾ നീക്കി അതിനകത്തേക്ക് ഒഴുകിയെത്തുന്ന വിസർജ്യ പൈപ്പുകൾ മാറ്റി അതിന്റെ ജലം ശുദ്ധീകരിച്ച് അതിന്റെ സീവേജ് മെയിൻറ്റെയിൻ ചെയ്ത് യമുനാ നദിയെ ഒരു പുണ്യ നദിയായി, ഒരു വിശുദ്ധ നദിയായി,
കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കാൻ കഴിയുന്ന വെള്ളമൊഴുകുന്ന ഒരു നദിയാക്കി മാറ്റാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും നികുതി പണം ചെലവാക്കിയത് ഏതാണ്ട് 9,800 കോടി. ഞാൻ അതിന്റെ കണക്കിലേക്ക് പോവല്ല. ആ 9,800 കോടി എവിടെ ചെലവാക്കി? യമുനാ നദിയെ ഞങ്ങൾ ശുദ്ധീകരിച്ചു. ഈ പുണ്യനദികളിലേക്ക് അഴുക്കൊഴുക്കിയ കോൺഗ്രസ് അല്ല ഞങ്ങൾ, മറിച്ച് ഈ പുണ്യനദികളെ ശുദ്ധീകരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന വലിയ ഒരു പ്രൊപ്പഗണ്ട ക്യാമ്പയിൻ ഒരു ഭാഗത്ത് BJP നടത്തി. ഇപ്പൊ മിനിഞ്ഞാന്ന് ഉത്തരേന്ത്യയിൽ ഛഠ് പൂജ എന്ന് പറയുന്ന ഒരു ഉത്സവം നടന്നു. ഛഠ് പൂജ എന്ന് വെച്ചാൽ ദീപാവലി കഴിഞ്ഞ് 6ാം നാൾ നടക്കുന്ന ഒരു പൂജയാണ്. സൂര്യഭഗവാന്റെ പെങ്ങളാണ് ഈ ഛഠ് ദേവി. അവരെ പൂജിപ്പിക്കുന്ന പൂജ എന്തോ ആയിക്കോട്ടെ. അത് നടക്കുമ്പോ അത് ആഘോഷിക്കുന്ന ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ധാരാളം പേർ ബീഹാറിലുണ്ട്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാലോ. തെരഞ്ഞെടുപ്പ് വന്നാൽ കാറ്ററിഞ്ഞ് തൂറ്റാൻ മൂപ്പരെ കണ്ടിട്ടേ ഉള്ളൂ രാജ്യത്ത് വേറെ ആരും. മൂപ്പര് ചിലപ്പോ ഒറ്റക്ക് പോയി തപസ്സിരിക്കും, ചിലപ്പോ മൂപ്പര് ആകാശത്തുകൂടി പറന്നു കളയും, ചിലപ്പോ സൈനികരുടെ വേഷത്തിൽ വന്നു കളയും, ചിലപ്പോ തലപ്പാവ് ധരിക്കും, ചിലപ്പോ സിഖുകാരുടെ തലപ്പാവ് ധരിച്ചു കളയും. സാരി ഉടുക്കാത്ത, തലയിൽ നിങ്ങൾ വെച്ച പോലത്തെ തൊപ്പി വെക്കാത്ത ഈ 2 പണി എടുക്കാൻ ബാക്കിയുള്ളൂ. ഒന്ന്, മൂപ്പര് തെരഞ്ഞെടുപ്പ് കാലത്ത് സാരി ഉടുത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. രണ്ടാമത്തേത്, ഇസ്ലാമിക അടയാളമുള്ള ഒരു തലപ്പാവ് മൂപ്പര് ധരിച്ചും കണ്ടിട്ടില്ല. ബാക്കി എല്ലാ പണിയും മൂപ്പരെടുക്കും. ഈ വെള്ളിമൂങ്ങ സിനിമയിൽ പറഞ്ഞ പോലെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി. മരിച്ച വീട്ടിൽ പോയാൽ പൊട്ടിക്കിടക്കണം, നിക്കാഹ് നടക്കുന്ന വീട്ടിൽ പോയാൽ പുയ്യാപ്ലയാവണം എന്ന മട്ടിലാണ്. അതുപോലത്തെ ഒരു PR ക്യാമ്പയിൻ നരേന്ദ്രമോദി ഡൽഹിയിൽ പ്ലാൻ ചെയ്തു. അതായത് ഛഠ് പൂജയുടെ ഭാഗമായി ശുദ്ധീകരിക്കപ്പെട്ട യമുനാ നദി ഡൽഹിയിലെ വസന്ത് ഘട്ടിൽ നരേന്ദ്രമോദി ആരതി ഉഴിയാനും കുളിക്കാനും ഇറങ്ങുന്നു. ഇതാണ് പ്രചരണം. അങ്ങനെ രാജ്യത്തെ എല്ലാ ചാനലുകളും ഈ യമുനാ നദിയുടെ തീരത്ത് ചെല്ലുന്നു. ഡൽഹി മുഖ്യമന്ത്രി പോകുന്നു. എന്നിട്ട് യമുനാ നദിയിലെ വെള്ളം ഇങ്ങനെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്നു. കോരിയെടുക്കുമ്പോ തെളിനീര് പോലത്തെ വെള്ളം. ആ വെള്ളം ഇങ്ങനെ കോരിയെടുത്തിട്ട് ഇതാ പറയുന്നു, വിശ്വഗുരുവായ ഹൈന്ദവ സമുദായത്തിന്റെ പുതിയ അവതാര പുരുഷനായ രാജ്യത്തിന്റെ രക്ഷകനായ നരേന്ദ്രമോദി യമുനാ നദിയെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞോ എന്നാണ് ചോദ്യം. ആ വീഡിയോ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ ഒരു ദിവസം ഉച്ചവരെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യയിലെ ഒരു ചാനൽ, അവരെ ഇപ്പോ ഒരു ക്യാമറ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, ആ ക്യാമറ ഇപ്പൊ എന്റെ നേരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ചാനൽ എന്ത് ചെയ്തു? ഈ ചാനൽ യമുനാ നദിക്കരയിൽ വസന്ത് കുണ്ടിൽ ഒരു ഹെലികാം ഉപയോഗിച്ചു. ഹെലികാം ഉപയോഗിച്ചപ്പോ കണ്ട കാഴ്ച, ഈ യമുനാ നദിയുടെ ഒരു ഭാഗം ഇവര് മണ്ണിട്ട് വേർതിരിച്ചെടുത്തു. എന്നിട്ട് തീരത്തോട് ചേർന്ന് അവിടെ ബിസ്ലറി വാട്ടർ കൊണ്ടുവന്നൊഴിച്ചു. എന്നിട്ട് ആ ബിസ്ലറി വാട്ടർ കൊണ്ടുവന്നൊഴിച്ച് തയ്യാറാക്കിയ ആ കടവിൽ നരേന്ദ്രമോദി നീരാടാൻ ഇറങ്ങുന്നത് ചിത്രീകരിച്ച് രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ച് അത് ബീഹാറികളെ കാണിച്ച് അവർക്ക് വോട്ട് പിടിക്കണം. പക്ഷെ ഈ വീഡിയോ പുറത്തു വന്നതോടെ കള്ളി പൊളിഞ്ഞു എന്നാണ്. മോഡി അവിടെ കുളിക്കാനും വന്നില്ല, ആ ഫോട്ടോയും നമ്മൾ കണ്ടില്ല. കാരണം കറുത്ത് വിഷപ്പത പുകഞ്ഞ് ചെളിയും ചേറുമായി മനുഷ്യ വിസർജ്യങ്ങൾ കലങ്ങിയൊഴുകുന്ന യഥാർത്ഥ യമുനാ നദിക്കരികിൽ ബിസ്ലറി വാട്ടർ ഉപയോഗിച്ച് തടയണ കെട്ടിത്തിരിച്ച ആ പൂളിൽ നരേന്ദ്രമോദിയുടെ നാടകം നടക്കാതിരിക്കാൻ കാരണമായത് രാജ്യത്തെ ചില നട്ടല് പണയം വെച്ചിട്ടില്ലാത്ത മാധ്യമങ്ങൾ അവര് തയ്യാറായി എന്നതുകൊണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വിശദമായിട്ട് പോവല്ല. ഡൽഹിയിൽ ഓരോ കാര്യത്തിലും നരേന്ദ്രമോദി ചെയ്യുന്ന അപകടം ഇതാണ്. ഒരു കെട്ടുകാഴ്ച ഉണ്ടാക്കുക, ഒരു പ്രതീതി സൃഷ്ടിക്കുക. ആ പ്രതീതിയുടെ മറവിൽ ഈ രാജ്യത്തെ വർഗീയത വിതച്ച് അതിന്റെ മറവിൽ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ നമ്മള് വർഗീയ കോർപ്പറേറ്റുകൾ അനുവദിക്കുക എന്നതാണ്. ഇന്നിപ്പോ ഉത്തർപ്രദേശിലെ അലിഗഡിൽ നടന്ന ഒരു സംഭവം, അവിടുത്തെ ക്ഷേത്രങ്ങളുടെ ചുവരുകളിൽ ഇന്ന് ഐ ലവ് മുഹമ്മദ് എന്നൊരു എഴുത്ത് പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നബിദിനത്തോടനുബന്ധിച്ച് ഈ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ 4000-ലേറെ മുസ്ലിം ചെറുപ്പക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബറേലിയിലടക്കം നിരവധി മനുഷ്യരുടെ വീട് അവിടുത്തെ UP ഗവൺമെന്റ് ഇടിച്ചു തകർത്തിട്ടുണ്ട്.
ഐ ലവ് മുഹമ്മദ് എന്ന അങ്ങാടിയിൽ എഴുതി വെച്ചതിന്റെ പേരിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ജയിലിലടക്കപ്പെട്ട, നിരവധി കേസുകൾ ഫയൽ ചെയ്യപ്പെട്ട, നിരവധി പേർക്ക് വീട് നഷ്ടപ്പെട്ട ഒരു വലിയ വർഗീയ കലാപത്തിന്റെ അന്തരീക്ഷത്തിൽ UP നിൽക്കുമ്പോ ഉത്തർപ്രദേശിലെ അലിഗഡ് എന്ന രാജ്യത്തിന്റെ മുസ്ലിം ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ പേര് നിൽക്കുന്ന ഒരു പ്രദേശത്ത് അവിടുത്തെ ക്ഷേത്രങ്ങളുടെ ചുവരിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചാലോ അവിടെ ഒരു കലാപം ഉണ്ടാകാൻ, ആ കലാപം ആളിപ്പടരാൻ, UPയിൽ മുഴുവൻ വ്യാപിക്കുന്ന ഈ രാജ്യത്തിന്റെ സ്വൈര്യവും സമാധാനവും കെടുത്തുന്ന വലിയൊരു വർഗീയ കലാപമായി അത് മാറാൻ മിനിറ്റുകൾ വേണ്ട. അവിടെ സ്വാഭാവികമായും എഴുതി വെച്ചപ്പോ UP പോലീസ് ആദ്യം ഓടിയെത്തി 12 മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 12 മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു. ആ ക്ഷേത്രത്തിന്റെ ചുവരിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചത് ആ പ്രദേശത്തെ 12 മുസ്ലിം ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരെ ഉത്തർപ്രദേശിലെ പോലീസ് ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത UP മുഴുവൻ പരക്കാൻ തുടങ്ങുമ്പോ ഒരു വലിയ കലാപത്തിലേക്ക്, ഒരു വലിയ സംഘർഷത്തിലേക്ക്, ഒരു വലിയ മുസ്ലിം വംശഹത്യയിലേക്ക് UP നീങ്ങുമ്പോ ദൈവം അല്ലാഹു ആ രാജ്യത്തെ രക്ഷിച്ചു, ആ നാടിനെ രക്ഷിച്ചു എന്നാണ്. ഉത്തർപ്രദേശിലെ പോലീസ് അപ്പോഴേക്കും അവരെ യഥാർത്ഥ 4 പ്രതികൾ അറസ്റ്റ് ചെയ്തു. സീഷാൻ കുമാർ എന്ന് പേരുള്ള ഒരു സംഘപരിവാറുകാരനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നാണ് നമ്മൾ ആരോപിക്കുന്നതല്ല. UPയിലെ പോലീസ് ആ 4 ചെറുപ്പക്കാരെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏറ്റവും രസം അവരെ കണ്ടുപിടിച്ചതാണ്. ഈ മുഹമ്മദ് എന്ന് എഴുതിയപ്പോ 10 10 സ്പെല്ലിംഗ്. എഴുതാനും വായിക്കാനും അറിയാത്തവർ ആര് എന്ന അന്വേഷണത്തിൽ നിന്നാണ് ഈ അന്വേഷണം ഈ സംഖ്യകളിലേക്ക് എത്തിയത് എന്നാണ്. അവരെ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ, അവർ നിയമത്തിന്റെ മുന്നിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, ഇന്ന് അസ്തമിക്കുന്ന ഈ വൈകുന്നേരവും നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട 12 മുസ്ലിം ചെറുപ്പക്കാരാണ് ആ ക്ഷേത്രത്തിന്റെ മതിലുകളിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചതെന്ന് ഉത്തർപ്രദേശ് വിശ്വസിച്ചു പോയെങ്കിൽ ആ നാടിന്റെ തെരുവുകൾ, ആ നാടിന്റെ നഗരങ്ങൾ കത്തിയമരുമായിരുന്നു എന്നതാണ്. അതായത് എല്ലായിടത്തും ഈ വർഗീയ രാഷ്ട്രീയത്തിന്റെ പഴുതുകൾ തേടുക. മറുഭാഗത്ത് രാജ്യത്തെ ഏറ്റവും വലിയ മുതലാളി നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കാരൻ ഗൗതം അദാനി. നമ്മൾ വിചാരിക്കും അയാൾ വലിയ പൈസക്കാരനാണ്. അല്ല കേട്ടോ, പൊട്ടിപ്പാളീസായിക്കൊണ്ടിരിക്കുകയാണ് അദാനി. കടം വാങ്ങിയത് തിരിച്ചടക്കാൻ നിവൃത്തിയില്ല അദാനിക്ക്. ആ അദാനിയെ സഹായിക്കാൻ തീരുമാനിച്ചു ആര്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എങ്ങനെ? എന്റെ മുൻപിലെ നീരോൽപാലത്തെ ഈ സദസ്, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളിൽ 100 പേർക്കെങ്കിലും LICയുടെ ഒരു പോളിസി ഉണ്ടാവും അല്ലേ? അതൊരു സമ്പാദ്യമാണ്, ഒരു സുരക്ഷിതത്വമാണ്. LICയിൽ പണം നിക്ഷേപിക്കാത്തവർ നമ്മുടെ നാട്ടിൽ കുറവാണ്. നമ്മൾ കൊടുത്ത പണം, LICയുടെ കയ്യിലുള്ള പണം 3.5 ലക്ഷം കോടി. 3.5 ലക്ഷമല്ല, 3.5 കോടിയല്ല, പിന്നെയോ 3.5 ലക്ഷം കോടി ഈ അദാനിക്ക് എടുത്തു കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ആഴ്ച. ആര്? രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ്. നീലോൽപ്പലത്തെ ഒരൊറ്റ LIC പോളിസി ഉടമയും ഇവിടുത്തെ ഒരു സാധാരണക്കാരനും ഇതറിഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞത് മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഉത്തരേന്ത്യയിൽ BJP ഉണ്ടാക്കുന്ന കലാപങ്ങളെ കുറിച്ച് മാത്രമാണ്. തേഞ്ഞിപ്പാലത്തെ ഒരു ഹിന്ദുവും അതറിഞ്ഞില്ല, തേഞ്ഞിപ്പാലത്തെ ഒരു മുസ്ലിമും അതറിഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞത് ആ സംഘർഷങ്ങളെ കുറിച്ചാണ്. അതിന്റെ മറവിലാണ് ഇവിടുത്തെ ഹിന്ദുവിന്റെ, ഇവിടുത്തെ മുസൽമാന്റെ, ഈ രാജ്യത്തെ നികുതി കൊടുക്കുന്ന പൗരന്റെ സമ്പാദ്യം 3.5 ലക്ഷം കോടി രൂപ എടുത്ത് അദാനിക്ക് ദീപാവലി കളിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചത്. ഇത് ഡൽഹി മോഡലാണ്. ഇനി കേരളത്തിലേക്ക് വന്നാലോ? എനിക്ക് സമയത്തിന്റെ കുറവുണ്ട്. കേരളത്തിൽ ഇപ്പൊ നാളെ വലിയൊരു പ്രഖ്യാപനം നടക്കാൻ വേണ്ടി പോവാണ്. ക്യാൻസർ ചികിത്സയിലായിരുന്നു നമ്മുടെ മമ്മൂക്ക. ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കൊച്ചിയിൽ മടങ്ങിയെത്തിയത്. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, ആരാധകർ മമ്മൂക്കയെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ചികിത്സയ്ക്ക് ശേഷം മമ്മൂക്ക നാളെ ആദ്യമായി പൊതുവേദിയിലെത്തുകയാണ്. കൂടെ മോഹൻലാലും ഉണ്ട്, ഉലകനായകൻ കമൽഹാസനും ഉണ്ട്. 3 പേർ, 3 സൂപ്പർ താരങ്ങൾ നാളെ തിരുവനന്തപുരത്ത് ഒരു വേദിയിൽ ഒരുമിക്കുകയാണ്. ആ വേദിയിൽ ആ 3 മെഗാ താരങ്ങളെ സാക്ഷി നിർത്തി അവരെ കാണാൻ കൂടിയ 10,000ങ്ങളോട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വലിയൊരു പ്രഖ്യാപനം നടത്താനിരിക്കുന്നു. എന്താ പ്രഖ്യാപനം? കേരളം അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നാണ്. കേൾക്കുമ്പോൾ രസമുള്ള സംഗതിയാണ് അല്ലേ? എന്ന് വെച്ചാൽ കേരളത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരൊറ്റ അതിദരിദ്രൻ പോലുമില്ല.
നമ്മൾ ചോദിക്കും സ്വാഭാവികമായിട്ടും, ആരാണ് ഈ അതിദരിദ്രൻ? അതിദരിദ്രൻ എന്ന് വെച്ചാൽ കഴിക്കാൻ 3 നേരം ഭക്ഷണമില്ലാത്ത, വൈകുന്നേരമായാൽ പോയി കിടന്നുറങ്ങാൻ ഒരു കൂരയില്ലാത്ത, സ്വന്തമായി ഭൂമിയില്ലാത്ത, രോഗം വന്നാൽ ചികിത്സിക്കാൻ പണമില്ലാത്ത, സ്വന്തമായി വരുമാനമില്ലാത്ത ഒരാൾ എന്ന് വെച്ചാൽ ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, ആരോഗ്യം വേണം, തൊഴിൽ വേണം. ഈ 4 കാര്യങ്ങളുള്ള ഒരാൾ, അയാൾ അതിദരിദ്രനല്ല. ഒരു കൂര മതി, 3 നേരം എന്തെങ്കിലും തിന്നാ മതി, എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായാൽ മതി. അങ്ങനെയുള്ള ഒരാൾ അതിദരിദ്രനല്ല എന്നാണ്. അങ്ങനെ ആരുമില്ലാത്ത എന്ന് വെച്ചാൽ എല്ലാവർക്കും കിടക്കാൻ വീടുള്ള, എല്ലാവർക്കും കഴിക്കാൻ ഭക്ഷണമുള്ള, എല്ലാവർക്കും തൊഴിലുള്ള ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു എന്ന് സാക്ഷാൽ പിണറായി വിജയൻ നാളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ്. ഒരുപക്ഷെ അതിന്റെ ആഘോഷം ഇവിടെ ഉണ്ടായേക്കാം, നിങ്ങളുടെ വള്ളിക്കുന്നിലും അത് ഉണ്ടായേക്കാം. ഇവിടുത്തെ സഖാക്കളൊക്കെ നാളെ വലിയ ആവേശത്തോടെ പറയും, എന്താണ് ഈ കേരളത്തെ ഇതാ 1 പതിറ്റാണ്ട് കൊണ്ട് പിണറായി വിജയൻ എന്ന ആധുനിക കേരളത്തിന്റെ പരശുരാമൻ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു എന്ന്. നമ്മൾ പരിശോധിച്ചാൽ ഒറ്റ കാര്യം, നമ്മുടെ ഈ മഞ്ഞ റേഷൻ കാർഡ് ഉണ്ടല്ലോ, എന്താ മഞ്ഞ റേഷൻ കാർഡിന്റെ പ്രത്യേകത? അത് അരിദരിദ്രരായവർക്ക് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഭാഗമായി 1 മാസം സൗജന്യമായി അല്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ 35 കിലോ അരി ലഭിക്കുന്ന പദ്ധതിയാണ്. മോഡി കൊണ്ടുവന്നതല്ല, മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതാണ്. രാജ്യമാകെ നടപ്പാക്കപ്പെടുന്ന പദ്ധതിയാണ്. അതിന്റെ ഭാഗമായി ആ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന അതിദരിദ്രരായ ആ 35 കിലോ അരി ലഭിച്ചില്ലെങ്കിൽ പട്ടിണി കിടക്കും എന്ന് സർവേ നടത്തി നാം കണ്ടെത്തിയിട്ടുള്ള മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം കേരളത്തിൽ 5,90,000 ഉണ്ട് എന്നാണ് കണക്ക്. ഇപ്പൊ 2022 ഇവിടുത്തെ LDF ഗവൺമെന്റ് അവര് സർവേ നടത്തി. അവർ പറഞ്ഞു, ജീവിക്കാൻ നിവൃത്തിയുള്ള കുറെ ആൾക്കാര് ഈ മഞ്ഞ റേഷൻ കാർഡും കയ്യിൽ വെച്ച് അതിന്റെ അരി വാങ്ങി പശുവിനും കോഴിക്കൊക്കെ കൊടുക്കുന്നതായിട്ടും പുറത്ത് വിൽക്കുന്നതായിട്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വേണം, ജീവിക്കാൻ നിവൃത്തിയുള്ള ആരുടെയെങ്കിലും കയ്യിൽ ഈ മഞ്ഞ കാർഡ് ഉണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്തില്ലെങ്കിലോ കാർഡ് ഞങ്ങൾ പിടിച്ചടക്കും, നിങ്ങൾക്ക് ഞങ്ങൾ ഫൈൻ ഇടും. അങ്ങനെ അന്ന് 4,500 പേർ 2022 സെപ്റ്റംബർ മാസത്തിൽ ഈ കാർഡ് സറണ്ടർ ചെയ്തു എന്നാണ്. എന്നിട്ട് ഈ കഴിഞ്ഞ വർഷം 2024 ഏതാണ്ട് കൃത്യം 1 വർഷം മുൻപ് ഇതേ കേരളത്തിലെ പിണറായി സർക്കാർ ഈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകളുടെ ഒരു KYC നടത്തി, അവരുടെ ഒരു മസ്റ്ററിംഗ് നടത്തി. ആ മസ്റ്ററിംഗ് പൂർത്തിയായപ്പോഴോ കേരളത്തിൽ മഞ്ഞ റേഷൻ കാർഡ് ഉടമകളുടെ എണ്ണം ഇപ്പോ ഏതാണ്ട് 6.5 ലക്ഷം വരും എന്നാണ് കണക്ക്. എന്ന് വെച്ചാൽ ഇവരുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ മഞ്ഞ റേഷൻ കാർഡ് ഉപയോഗിച്ച് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി കിട്ടിയ 35 കിലോ സൗജന്യ അരിയും കൊണ്ട് കേരളത്തിൽ ജീവിച്ച കുടുംബങ്ങളുടെ എണ്ണം 5,90,000 ആയിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാകുമ്പോഴോ അത് 60,000 കൂടി 6.5 ലക്ഷം പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. അത് അവിടെ നിൽക്കട്ടെ. മറുഭാഗത്തോ ഇവര് പറയുന്നത് 66,000 പേരെ ഞങ്ങൾ തെരഞ്ഞെടുത്തു. അവരിൽ ചിലർക്ക് വീടില്ല, ചിലർക്ക് ഭൂമിയില്ല, ചിലർക്ക് ജോലിയില്ല, ചിലർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. ഞങ്ങൾ ഇതെല്ലാം കൊടുത്തു. അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് കൊടുത്തു. അതിൽ നിന്ന് വീടില്ലാത്ത 5,000 പേർക്ക്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, ഞാനിതൊരു അല്പം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നാളെ നിങ്ങൾ ഈ 3 താരങ്ങളെയും ചേർത്ത് നിർത്തി കൈ ഉയർത്തി പിടിച്ചിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്ന നേതാവ് കേരളത്തെ ഞങ്ങളിതാ 1 പതിറ്റാണ്ട് കൊണ്ട് അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോ അതിന്റെ സ്ലോ മോഷൻ വീഡിയോ നിങ്ങൾ കാണുമ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഒരു അബദ്ധം കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഇനിയൊരു വട്ടം സംഭവിക്കരുത് എന്ന ബോധ്യം കൊണ്ടാണ്, ആ ജാഗ്രത കൊണ്ടാണ് ഞാൻ ഈ കണക്കൊരൽപ്പം വിശദീകരിച്ച് പറയുന്നത്. അപ്പൊ 66,000 പേരെ തെരഞ്ഞെടുത്തു. അതിൽ 5,500 പേർക്ക് വീടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവർക്ക് വീട് കൊടുത്തു. 1000 പേർ അഗതികളായിരുന്നു, അവരെ നോക്കാൻ ആരുമില്ല, അവരൊറ്റക്കാണ്, ഏകാംഗ കുടുംബമാണ്, ഒറ്റത്തടി നമ്മൾ പറയുമല്ലോ. ഈ ഒറ്റത്തടിയായ 1,500 മനുഷ്യരെ ഞങ്ങൾ ഷെൽട്ടർ ഹോമുകളിലാക്കി. അങ്ങനെ 66,000 അതിദരിദ്രരെ കൂടി ഞങ്ങൾ രക്ഷിച്ചു. അപ്പൊ അതിനകത്ത് എത്ര പേർക്കാണ് നമ്മൾ വീട് കൊടുത്തത്? 5,000 പേർക്ക് അല്ലേ? ആ 5,000 പേർക്ക് കൂടി വീടായാൽ
അതിദരിദ്രരഹിത കേരളത്തിൽ ഇനി എന്താ ബാക്കി? കേരളത്തിൽ വീടില്ലാത്ത ഈ അതിദരിദ്രരിൽ 5000 പേർക്ക് വീട് കൊടുത്തു എന്ന് വെച്ചാൽ നാളെ ലോകമറിയുന്ന 3 സിനിമാ താരങ്ങളെ സാക്ഷി നിർത്തി പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ ബഡായി മുഖ്യമന്ത്രി കേരളത്തിന് ദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിങ്ങൾ വാങ്ങിവെച്ച അപേക്ഷകളോ ഇപ്പോഴും ഉണ്ടല്ലോ 2.25 ലക്ഷം അപേക്ഷകൾ. ലൈഫിൽ അപേക്ഷ കൊടുത്തവർ വീടില്ലാത്തവരാണ്, വീടില്ലാത്തവൻ അതിദരിദ്രരാണ്. അപ്പൊ നിങ്ങൾ 2.25 ലക്ഷം വീട് കൊടുക്കൂലേ? അതോ അവർ അതിദരിദ്രരല്ലേ? എന്ന് വെച്ചാൽ ഈ കണക്ക് ഇവിടെ പൊളിയാണ്. ഇതിന്റെ പ്രശ്നം ഈ ലൈഫ് മിഷൻ പദ്ധതി, ഇതിലേക്ക് കേന്ദ്ര സർക്കാർ ഒരു പൈസ തരുന്നുണ്ട്. കേരളത്തിലെ ഏതാണ്ട് 6 ലക്ഷത്തിനപ്പുറം വരുന്ന മഞ്ഞ റേഷൻ കാർഡുള്ള 35 കിലോ അരി സൗജന്യമായി ലഭിക്കുന്ന ആ പദ്ധതി, അത് കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. ആ വിദ്വാൻമാരുടെ സ്വഭാവം നമുക്കറിയാം. ഈ കേരളത്തിന് കിട്ടേണ്ടത് 1 രൂപയാണെങ്കിൽ അത് 10 പൈസയാക്കി ചുരുക്കുന്നതിൽ ജാഗ്രതയോടെ കണ്ണുനട്ടിരിക്കുന്ന കേന്ദ്രത്തിലെ BJP അവര് ലൈഫിന്റെ ഫണ്ട് വലിക്കും, ഈ അന്ത്യോദയ അന്നയോജനയുടെ ഫണ്ട് വലിക്കും, കേരളത്തിന് കിട്ടാനുള്ള ഫണ്ട് വെട്ടിക്കുറക്കും. എന്ന് വെച്ചാൽ കേരളത്തിൽ നാളെ നടക്കാൻ പോകുന്ന ഈ PR തട്ടിപ്പിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ദരിദ്രർക്ക് ലഭിക്കുന്ന ഫണ്ട് കൂടി തടഞ്ഞു വെക്കാൻ ഇവർ BJPക്ക് അവസരം ഉണ്ടാക്കുന്നു എന്നതാണ്. അവര് ഫണ്ട് തടഞ്ഞു വെച്ചാലുള്ള പ്രശ്നം എന്താ നിങ്ങൾക്ക് അറിയോ? അത് നിങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം. ഇവിടുന്ന് 16-ാം തീയതി പാതിരാവിലെ ആ മുന്നണിയിൽ പിണറായി വിജയന്റെ കൂടെ ഇരിക്കുന്ന ഘടക കക്ഷികൾ അറിയാതെ, CPM എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയാതെ, ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വം അറിയാതെ, സംസ്ഥാന മന്ത്രിസഭയിൽ പിണറായി വിജയന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന CPM-ന്റെ മന്ത്രിമാർ പോലും അറിയാതെ പിണറായി വിജയൻ പോയി ഒപ്പിട്ട ഒരു കരാറുണ്ട്. എന്താണ്? PM ശ്രീ കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഈ തേഞ്ഞിപ്പലം നീരോൽപ്പാലം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം. ഇത് ലീഗുകാർ മാത്രമുള്ള നാടൊന്നുമല്ല, ഇവിടെ മറ്റേ കൂട്ടരുണ്ടാവും. ആര്? സഖാക്കൾ, വിശേഷിച്ച് മാപ്പിള സഖാക്കൾ എന്ന് പറയുന്ന വർഗം. മാറി നിന്ന് സാധുക്കൾ നമ്മളെ കേൾക്കുക കാണും ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ? നമ്മൾ അവരെ കാണുന്നില്ലെങ്കിലും അവർ നമ്മളെ കാണുന്നുണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തീരുമാനിക്കുമ്പോ സഖാക്കളെ, നിങ്ങളുടെ മുഖ്യമന്ത്രി, ഞാൻ നിങ്ങളെ തെറ്റ് പറയല്ല, CPM എന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം എനിക്കറിയാം. ഈ നീരോൽപ്പാലത്തെ പാവപ്പെട്ട മനുഷ്യന് അതിന്റെ പോളിസി മേക്കിങ്ങിലോ അതിന്റെ നയം തീരുമാനിക്കുന്നതിലോ ഇടപെടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ എന്ന പൊന്നുതമ്പുരാൻ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ നവകേരള സദസ്സിന് കെട്ടിയെഴുന്നള്ളുമ്പോ ഇവിടുത്തെ പ്രമാണിമാർക്ക് പിണറായി വിജയനെ രാവിലെ പോയി കാണാം, പിണറായി വിജയന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, പിണറായി വിജയന് തോളത്തു കൈയിടാം, അയാളോടൊപ്പം അവർക്ക് സമയം ചെലവഴിക്കാം. എന്നാൽ നീലോൽപ്പാലത്തെ ബ്രാഞ്ച് സെക്രട്ടറിയോ ഇവിടുത്തെ പാർട്ടി മെമ്പറോ ഈ തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അയാൾക്ക് രാവിലെ ക്ഷണമില്ല. അയാൾക്ക് ക്ഷണം നട്ടുച്ച കഴിച്ചാൽ വൈകിട്ടാണ്. കത്തിക്കാളുന്ന വെയിലിന് താഴെ ഷർട്ട്, മുണ്ട്, അടിവസ്ത്രം 3ഉം കറുപ്പ് നിറമല്ല എന്ന് ഉറപ്പാക്കി ഊഴം കാത്തു നിന്നാൽ പിണറായി വിജയൻ എന്ന പൊന്നുതമ്പുരാൻ വേദിയിലേക്ക് എഴുന്നള്ളുമ്പോ ബാരിക്കേഡുകൾക്കപ്പുറത്ത് നിന്ന് സഖാവിനെ കണ്ട് ഉൾപ്പുളകം കൊള്ളാം തേഞ്ഞിപ്പാലത്തെ ലോക്കൽ കമ്മിറ്റിക്കും ബ്രാഞ്ച് കമ്മിറ്റിക്കും. അതൊരു ഭാഗത്തുള്ളപ്പോ എന്റെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് സഖാക്കളെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്? അപ്പൊ ഇവര് പറയും ഫണ്ട് തടഞ്ഞു വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രം ഇനി കേരളത്തിന്റെ 1 രൂപ ഫണ്ട് തടഞ്ഞു വെക്കുമെന്ന് കേട്ടാൽ സഖാക്കളെ നിങ്ങൾ ഭയക്കണം. കാരണം PM ശ്രീയുടെ ഭാഗമായി 1400 കോടി തടഞ്ഞു വെച്ചപ്പോ 2024 മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച, CPM-ന്റെ ദേശീയ കമ്മിറ്റി അംഗീകരിച്ച, ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പാർട്ടി പത്രമായ ദേശാഭിമാനി ആവർത്തിച്ച് വിമർശിച്ചെഴുതിയ PM ശ്രീ എന്ന ഈ രാജ്യത്തെ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് വർഗീയതയുടെ വിഷം കുത്തിവെക്കാൻ നാഗ്പൂരിലെ RSS തയ്യാറാക്കിയ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ, ഇവിടുത്തെ പാഠപുസ്തകങ്ങളിൽ, ഇവിടുത്തെ ക്ലാസ് മുറികളിൽ നടപ്പാക്കാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് പിണറായി വിജയൻ എന്ന നേതാവ് വന്നത്. ഫണ്ട് തടഞ്ഞു വെച്ചാൽ ഇപ്പോൾ PM ശ്രീ ആണെങ്കിൽ നാളെ ഈ കേരളത്തിന്റെ ഓരോ പിടി മണ്ണും RSS-ന് വിലപേശി വിൽക്കാൻ മടിയില്ലാത്തയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഇതിനകത്ത് അപകടം ഇവര് പോയി ഒപ്പുവെച്ചത് ഒക്ടോബർ മാസം 22-ാം തീയതി.
പക്ഷെ കരാറിന്റെ അന്തിമ കരട് തയ്യാറാക്കുന്നതോ ഒക്ടോബർ മാസം 16-ാം തീയതി. രസകരമായ കാര്യം, ഈ ഒക്ടോബർ 16 കഴിഞ്ഞ് പിന്നെയുള്ള ബുധനാഴ്ച ഈ കേരളത്തിന്റെ മന്ത്രിസഭാ യോഗം ചേരണം. എനിക്കറിയില്ല CPI ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ അവരും കൂടി കേൾക്കണം. കേരളത്തിന്റെ മന്ത്രിസഭാ യോഗം ചേരുന്നു. അപ്പോ CPIയുടെ മന്ത്രിമാർ സഖാവ് രാജൻ, സഖാവ് ചിഞ്ചുറാണി, സഖാവ് അനില്, 4ാമത്തെ ഒരു മന്ത്രി കൂടി. ആ സാധുവിന്റെ പേര് എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല. എങ്ങനെയാണല്ലോ ഈ മന്ത്രിസഭയിൽ 3 പേര് മാത്രമേ ആൾക്കാർക്ക് ഓർമ്മയുള്ളൂ. ഈ 3 തന്നെ ഞാനിപ്പോ കടിച്ചു വെച്ചതാ. ഇവര് ചോദിക്കാണ്, സഖാബേ നമ്മൾ ഈ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ മുഖം കൊമ്പിട്ടിരുന്നു. ഇയാൾ ഇരട്ട ചങ്കനാണ്, ഇന്ദ്രവെന്തന്മാർക്ക് തടുക്കാൻ പറ്റാത്തവനാണ്, RSSന്റെ ഊരിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ നടന്നവരാണ്, ഈ പാർട്ടിയെ ലോകമെങ്ങാനും തിളങ്ങാനും വേണ്ടി അവതരിപ്പിച്ച കാരണഭൂതനാണ്, സൂര്യനാണ് എന്നൊക്കെ പറയുന്ന സഖാക്കൾ മനസ്സിലാക്കിക്കോ. സ്വന്തം മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ആ മന്ത്രിസഭയ്ക്കകത്തിരുന്ന് PM ശ്രീയിൽ നമ്മുടെ ഗവൺമെന്റ് ഒപ്പുവെച്ചാൻ തീരുമാനിച്ചോ സഖാബ് എന്ന് ചോദിച്ചപ്പോഴോ പിണറായി വിജയൻ തലകുമ്പിട്ടിരുന്നു, മിണ്ടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ കേരളത്തെ ചാനലുകളിൽ വാർത്ത വന്നു. എന്താണ് വാർത്ത? PM ശ്രീയിൽ കേരളം ഒപ്പുവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ആ വാർത്ത പുറത്തു വന്നതിന്റെ 2ാം നാൾ എനിക്കുറപ്പുണ്ട്, ഇവിടുത്തെ കൂറുള്ള ഒരു CPM-കാരനുണ്ടെങ്കിൽ, കൂറുണ്ട ഒരു സഖാവുണ്ടെങ്കിൽ അയാൾക്ക് താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് കേരളം ആ വാർത്ത കേട്ടു. എന്താണ്? ഒക്ടോബർ മാസം 16-ാം തീയതി അന്തിമ രേഖ തയ്യാറാക്കി. ഒക്ടോബർ 22-ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി IAS ഡൽഹിയിൽ പോയി ആ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു എന്നാണ്. എന്നാ പിറ്റേ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI-ക്കാർ ചോദിക്കുമ്പോ പറയണ്ടേ? പാവം ആ ഗോവിന്ദൻ മാഷോടെങ്കിലും പറയണ്ടേ? ഡൽഹിയിൽ ഇരിക്കുന്ന MA ബേബിയോട് പറയണ്ടേ? ആരോടും പറയാതെ, സ്വന്തം മന്ത്രിസഭയിലെ സ്വന്തം പാർട്ടിക്കാർ പോലും അറിയാതെ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി, അദ്ദേഹം കേരളത്തിന്റെ നിയമവകുപ്പ് മന്ത്രി കൂടിയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് രാജീവ്. ആ രാജീവിന്റെ നിയമവകുപ്പ് കേരളത്തിലെ ഗവൺമെന്റിന് കൊടുത്ത ലീഗൽ അഡ്വൈസ് എന്താ? ഒപ്പുവെക്കരുത്, ഒപ്പുവെച്ചാൽ അത് കീഴടങ്ങലാവും. ഇതിന്റെ പേരിൽ പണം തടഞ്ഞു വെക്കാൻ, കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, കേരളത്തെ വരുതിക്ക് നിർത്താൻ, കേരളത്തിന്റെ ഫെഡറൽ അധികാരങ്ങളെ വെല്ലുവിളിക്കാൻ BJPക്ക് അധികാരമില്ല. അതുകൊണ്ട് നമ്മൾ കോടതിയിൽ പോകണം. ഈ നിയമോപദേശം കൊടുത്തത് രാജീവ് മന്ത്രിയുടെ വകുപ്പ്. ആ രാജീവ് മന്ത്രി അറിയാതെ, CPM അറിയാതെ, CPI അറിയാതെ ഒക്ടോബർ മാസം 16-ാം തീയതി PM ശ്രീ നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പൊ ഇവര് ചോദിക്കുന്നത്, ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്താ കുഴപ്പം? അതവിടെ നടപ്പാക്കിക്കോട്ടെ. നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഇവിടെ അച്ചടിക്കുന്ന പുസ്തകങ്ങളല്ലേ പ്രശ്നം. അടുത്ത വർഷം വരെ നമ്മൾ ഇവിടെ അച്ചടിച്ച പുസ്തകങ്ങൾ നമുക്ക് പഠിപ്പിക്കാം. കാരണം അത് ഓൾറെഡി അച്ചടിച്ചു പോയതാണ്. അതിനടുത്ത വർഷം കേരളത്തിലെ പാഠപുസ്തകങ്ങൾ അച്ചടിക്കാൻ ആരംഭിക്കുമ്പോ അവരവിടുന്ന് ഒരു ഇൻഡാസ് ഇങ്ങോട്ട് തരും. നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ പഠിപ്പിച്ചോ കേട്ടോ. പുന്നപ്ര വയലാറിനെ കുറിച്ചും കയ്യൂർ കരിവള്ളിനെ കുറിച്ചും EMS-നെ കുറിച്ചും VS-നെ കുറിച്ചൊക്കെ ആവോളം പഠിപ്പിച്ചു, ഒരു പ്രശ്നമില്ല. ആ കൂട്ടത്തിൽ ഞങ്ങൾ തരുന്ന ഈ കുറച്ച് ആളുകളെ കൂടി പഠിപ്പിക്കണം. അതാരാ? അത് ഹെഡ്ഗവാറാണ്, അത് സവർക്കറാണ്, അത് ഗോൾവൽക്കറാണ്. രാജ്യത്തെ ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ പോസ്റ്റർ ബോയ്കളെ കുറിച്ച് കേരളത്തിലെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കണം എന്ന് BJP ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ടാലോ അത് നിവൃത്തിയില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഇവിടെയുള്ള ആൾക്ക്? അത് കഴിയില്ല എന്ന് കർണാടകയിലെ മമതാ ബാനർജിയുടെ ഗവൺമെന്റ് പറയുന്നത് പോലെ പറയാൻ തന്റെ ഇടമുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്? അതുണ്ടായിരുന്നെങ്കിൽ നൂറ്റാണ്ടായി കൂടെ നിൽക്കുന്ന CPI-യെ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് തന്നെ കൈപിടിച്ച് നടത്തിയ പ്രിയപ്പെട്ട സഖാക്കളുടെ CPM-ന് വോട്ടുകൊടുത്ത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ ഒത്തുതീർപ്പ് ഉണ്ടാക്കുമായിരുന്നില്ല. ഇപ്പൊ പറയുന്നത് ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറാൻ കേന്ദ്രത്തിന് കത്തയക്കുമെന്നാണ്. CPI മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. CPI-യെ പിണറായി വിജയൻ അവിടെ പോയി കണ്ടു, എല്ലാം മസ്ലഹത്താക്കി. ഇപ്പൊ ശിവൻകുട്ടിയോട് CPI-ക്കാർ മാപ്പ് പറയുന്നു, CPI-ക്കാരോട് ശിവൻകുട്ടി മാപ്പ് പറയുന്നു. 2 കൂട്ടരും കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്ത് പിരിഞ്ഞ് എല്ലാം സലാമത്താക്കി. സംഗതി സലാമത്തായോ? സലാമത്തായില്ല പ്രിയമുള്ളവരെ. ഇന്ന് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്, രാജ്യം ഭരിക്കുന്ന BJP പറയുന്നുണ്ട്, അതല്ലെങ്കിൽ വാസുകി IAS ഒപ്പുവെച്ച കേരളം 2ാം കക്ഷിയായിട്ടുള്ള ആ കരാറിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ reserves the right
to reclaim, withdraw and terminate this agreement according to the prior notice of 30 days എന്നാണ്. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ്, കേന്ദ്ര ഗവൺമെന്റ് ഈ കരാർ റദ്ദാക്കാൻ അവകാശമുള്ളത് അവർക്കു മാത്രമാണ്. അതിന്റെ താഴെ നമ്മൾ ഒപ്പുവെച്ചു. അതും എങ്ങനെ വേണം? 30 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ട് വേണം. ഞാന് മാറി നിന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സഖാവ് എന്റെ പ്രസംഗം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ കൂടി വിലപേശി വിറ്റിട്ടാണ് അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത് എന്ന് നിങ്ങളോട് പറയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട CPI-ക്കാരെ, നിങ്ങളെ പറഞ്ഞു പറ്റിക്കാണ് വീണ്ടും, നിങ്ങളെ ചതിക്കാണ് വീണ്ടും. ആ കരാറിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയില്ല. അത് ടെർമിനേറ്റ് ചെയ്യാൻ, അതിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. അതും രണ്ടാം കക്ഷിക്ക് 30 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തിട്ട്. ഇനി അതിൽ ഭേദഗതി വരുത്തുമെന്നാണോ? ഭേദഗതി വരുത്തണമെങ്കിൽ മ്യൂച്വൽ കൺസെന്റ് വേണം. രണ്ടു കൂട്ടരും സമ്മതിക്കണം. പിണറായി വിജയനും ശിവൻകുട്ടിയും ഇവിടെ നിന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അവിടെ ഇരിക്കുന്ന നരേന്ദ്രമോദിയും ധർമ്മേന്ദ്ര പ്രധാനും തീരുമാനിക്കണം. അവർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന്. കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വർഗീയത കുത്തിവെക്കാനുള്ള ഒരു അവസരം അവര് പാഴാക്കില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് സഖാവ് നിങ്ങള് ഈ കേരളത്തെ പിന്നിൽ നിന്ന് ചതിക്കുന്ന മട്ടിൽ ആ PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചത് എന്നാണ്. എന്ന് വെച്ചാൽ ഇനി തിരിച്ചു വരാൻ കഴിയാത്ത, ഇനി വീണ്ടെടുക്കാൻ കഴിയാത്ത വലിയ ഒരു ചതിയിലേക്ക് ഇയാൾ കേരളത്തെ കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ്. നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങളിലേക്ക് RSS നേതാക്കന്മാരെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ കടന്നു വന്നാൽ, RSS കുത്തിവെക്കുന്ന വിഷം നമ്മളുടെ പൊന്നുമക്കളുടെ മനസ്സിൽ കളർന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയോ നിങ്ങൾക്ക്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇവിടേക്ക് വരുമ്പോ അവിടെ ഒരു ക്ഷേത്രത്തിന്റെ പേര് കണ്ടു. ആ ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കണ്ടു. തേഞ്ഞിപ്പാലത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ, ഇവിടുത്തെ നീലാൽപ്പാലത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ, നമ്മള് ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഒരു ചെറിയ ചീളുകല്ലും പോലും വീഴാതിരിക്കാൻ കാവലാണ്. നമ്മുടെ പള്ളികൾക്ക്, നമ്മുടെ മിനാരങ്ങൾക്ക് അവരാണ് കാവൽ. അങ്ങനെ സാഹോദര്യത്തോടെ നാം ജീവിച്ച ഈ നാട്ടിൽ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് RSSന്റെ വിഷം കയറി ചെന്നാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ട് ആ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറുകാരൻ നമുക്കിടയിലും ഉണ്ടായി വരും എന്നതാണ്. ആ വലിയ അപകടത്തിലേക്ക് ഇവർ കേരളത്തെ കൊണ്ടുപോയി. ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളോടൊക്കെ ചോദിക്കും, രാജസ്ഥാനിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഒപ്പിട്ടില്ലടോ. അല്ലടോ, ഞാൻ ചോദിക്കട്ടെ, രാജസ്ഥാനിലെ കോൺഗ്രസുമായി ഞങ്ങൾ ലീഗിന് എന്താ ബന്ധം? നിങ്ങളൊന്ന് പറയും. ഞങ്ങൾ അവിടെ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടോ? ഞങ്ങൾക്ക് കോൺഗ്രസ് അവിടെ സീറ്റ് തന്നോ? ഇല്ലല്ലോ. ഞാനിത് ചോദിക്കാൻ കാര്യം, നിങ്ങൾ ഈ പറയുന്ന രാജസ്ഥാനിലെ കോൺഗ്രസ് അവരുടെ വോട്ട് വാങ്ങിയതാരടോ? അവരുടെ വോട്ട് വാങ്ങിയതാരാ? ഇത് ഒപ്പുവെച്ച അശോക് ഗെഹ്ലോട്ടിന്റെ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുത്തതാരാ? CPM-ന് രാജസ്ഥാനിൽ 2 MLA-മാരുണ്ട്. ആ 2 MLA-മാരും അശോക് ഗെഹ്ലോട്ടിന് പിന്തുണ കൊടുത്തവരാണ്. ഇത്തവണത്തെ പാർലമെന്റിൽ ഈ കേരളത്തിൽ നിന്ന് പോയ രാധാകൃഷ്ണന് പേടിക്കൂട്ടിന് പേടിച്ച് വരച്ചൊറ്റക്കിരിക്കാതിരിക്കാൻ പിന്നെയും 3 പേരുണ്ട്. 2 പേർ തമിഴ്നാട്ടിൽ നിന്ന്, ഒരാൾ രാജസ്ഥാനിൽ നിന്ന്. ജയിച്ചത് ചുറ്റിക്കാരുവാൾ നക്ഷത്രത്തിൽ ജയിച്ച ആളിന്റെ പേര് അംബ്രാറോ. അവിടെ CPM-കാരാകെ 10 പേര് തികച്ചില്ല. അംബ്രാറാമിനെ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ചയച്ചത് രാജസ്ഥാനിലെ കോൺഗ്രസുകാരടോ. രാജസ്ഥാനിലെ കോൺഗ്രസ് ചെയ്തവര് ഞങ്ങളെക്കാൾ മറുപടി പറയാൻ ഉത്തരവാദിത്തം നിങ്ങൾക്ക്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പെട്ടിയില് രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ ഒരൊറ്റ വോട്ടില്ല. CPM-ന്റെ പെട്ടിയില് രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ വോട്ട് 6 ഉണ്ട്. അതിന്റെ കണക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങളോട് ചോദിക്കണ്ട. ഞാൻ പറയുന്നത് ഇമ്മട്ടിൽ രാജ്യം പിടിച്ചടക്കാനുള്ള RSSന്റെ അജണ്ട ഈ കേരളത്തിൽ നടപ്പാക്കാൻ അവസരം കൊടുത്തിട്ട് മൂപ്പരെ ബഡായിട്ടായിരുന്നു. അതുകൂടി ഓർക്കണം കേട്ടോ, നമ്മൾ മറന്നു പോകരുത്. നമുക്ക് കുറച്ച് മറവി കുടുങ്ങി എന്ന ധൈര്യത്തിലാണ് മൂപ്പരിപ്പ മിനിഞ്ഞാന്ന് വന്നിട്ട് ഈ ദീപാവലിക്കും ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ പടക്കം വാങ്ങി അല്ലെ പൊട്ടിക്കാൻ. പെരുന്നാളിന് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ അവിടെ ചില കുട്ടികൾ പെരുന്നാളിന് പൊട്ടിക്കും. പെരുന്നാളിന് പൊട്ടിക്കാൻ വാങ്ങി വെച്ച പടക്കം നിവൃത്തി കെട്ടിട്ട് 27 അവര് പൊട്ടിക്കേണ്ട അവസ്ഥ കേട്ടിട്ട് നിങ്ങള്. പിണറായി വിജയൻ മിനിഞ്ഞാന്നുണ്ടതാ ഈ PM ശ്രീയിൽ നാണം കെട്ടപ്പോ മൂപ്പര് വന്നിട്ട് എല്ലാം കൂടി ഒന്നാകെയും കൂട്ടി. പെൻഷൻ 2000, ആശാ വർക്കർമാരുടെ ശമ്പളം 1000 കൂട്ടി, പെൻഷനൊക്കെ 2000 കൂട്ടിയിട്ട് ഇന്ന് കേന്ദ്ര സംസ്ഥാന ധനകാര്യമന്ത്രി പറയാണ് എന്താ പറയുന്നത്?
ഇന്ന് പറയുന്ന കാര്യം കുടിശ്ശികയുള്ള ഒരു മാസത്തെയും പുതിയത് 2000 കൂടി ചേർത്ത് 3600 നവംബർ പാതി ആവുമ്പോഴത്തേക്ക് നിങ്ങളെ കയ്യിലെത്തും. എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിയൊക്കെ ആയി, തെരഞ്ഞെടുപ്പിലെ നീരോൽപാലത്തെ LDFന്റെ സ്ഥാനാർത്ഥിയായി, UDF സ്ഥാനാർത്ഥി ഇന്നായി 3600 ആയിട്ട് ഞങ്ങൾ വരാം. എന്നാലോ 3500 കയ്യോടെ രൊക്കം കൈപ്പറ്റിക്കോളി, എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് തന്നോളി എന്നാണ് ഈ പറയുന്നത്. ഈ പെൻഷന്റെ കാര്യം നമ്മളൊന്നും ഓർക്കണം കേട്ടോ. ശരിയാണ്, ഇവര് 1600 രൂപ വീതം കഴിഞ്ഞ 10 വർഷമായി പെൻഷൻ തരുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടി നൽകിയിരുന്ന പെൻഷൻ 600 രൂപയാണ്. നമ്മൾ ഈ കേട്ടവാദി എല്ലാം വിശ്വസിച്ചു പോകരുത്. ഉമ്മൻചാണ്ടി നൽകിയിരുന്ന പെൻഷൻ 600 രൂപ മുതൽ 1500 വരെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു ഖദീസുമ്മക്ക് 80 വയസ്സ് കഴിഞ്ഞു. ഖദീസുമ്മാന്റെ ഭർത്താവ് മരിച്ചുപോയി. എന്നാൽ ഖദീസുമ്മക്ക് ആ ഗവൺമെന്റിന്റെ കാലത്ത് അവസാന കാലമാകുമ്പോ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ പെൻഷൻ എത്ര കിട്ടുന്ന അറിയാം നിങ്ങൾക്ക്? 80 വയസ്സ് കഴിഞ്ഞതിന് MK മുനീർ പ്രഖ്യാപിച്ച 1500. ഖദീസുമ്മാന്റെ ഭർത്താവ് മരണപ്പെട്ട് അവര് വിധവയായി പോയതിന് 800. അപ്പൊ ചേർത്ത് എത്ര വാങ്ങാം? 2300 വാങ്ങാം. ഇവർ ആദ്യം എന്താ ചെയ്തത്? ഒരാൾക്ക് 2 പെൻഷൻ അർഹത ഇല്ല എന്ന് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ഖദീസുമ്മാന്റെ വിധവ പെൻഷൻ കട്ട്. അപ്പൊ എത്ര പോയി? ഖദീസുമ്മാക്ക് എത്ര പോയി? 800 അപ്പോഴേ പോയി അല്ലേ? എന്നിട്ടോ നമ്മൾ പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവർ ഈ പെൻഷന്റെ കാര്യം ഇങ്ങനെ ഒരു ഭാഗത്ത് പറയുമ്പോ നീലോൽപാലത്തെ ഈ അങ്ങാടിയിൽ ഇവിടെ തുറന്നു വച്ചിട്ടുള്ള ഒരു പലചരക്ക് കട, നേരെ കാണുന്ന ആ കടയായിക്കോട്ടെ, അവിടെ പോയിട്ട് നിങ്ങൾ അരിയുടെ വില ഒന്ന് നോക്ക്. ഇപ്പൊ കേരളത്തിൽ 1 കിലോ അരിയുടെ വില എത്രയാണ്? നിങ്ങളൊന്ന് പറ, എത്രയാണ്? 60 റുപ്യ അല്ലേ? നല്ല കുത്തരി 50-ൽ കുറച്ച് കിട്ടാനില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തോ നിങ്ങളൊന്ന് പറ, എത്രയായിരുന്നു? 20, 25. എത്ര കൂടി? ഇരട്ടി കൂടി അല്ലേ? ഇത് വെളിച്ചെണ്ണയ്ക്ക് കൂടിയോ? നിങ്ങൾ പറയും, വെളിച്ചെണ്ണയ്ക്ക് എത്രയാ അന്ന് വില? 80. ഇപ്പോഴോ 500 കടന്ന സന്ദർഭം ഉണ്ടായോ? ഇല്ലേ? 500 കടന്നു. എന്ന് വെച്ചാൽ വില 100% വർദ്ധിച്ചു. വില മാത്രല്ല, ജീവിത ചെലവ് മുഴുവൻ വർദ്ധിച്ചു. അപ്പൊ അവരുടെ മറുപടി ഉണ്ട്, ഇത് മോഡിനെ കൊണ്ടാണ്. എന്താ കാര്യം? മോഡി പെട്രോളിന്റെ വില കൂട്ടി, ശരിയാണ്. മോഡി ഡീസലിന്റെ വില കൂട്ടി, ശരിയാണ്. പെട്രോളിന്റെ ഡീസലിന്റെ വില കൂട്ടിയാൽ നമ്മുടെ നേരെ കാണുന്ന ആ കടയിൽ ആ തൂക്കിയിട്ടിരിക്കുന്നത് ഞാലിപ്പൂവനാണോ പാളയംകൂടനാണോ എന്ന് എനിക്കറിയില്ല, ആ ചെറുപടത്തിന് വരെ വില കൂടും. എന്താ? മൂപ്പരത് രാവിലെ മാർക്കറ്റിൽ പോയിട്ടാ വാങ്ങാം. സാധു ബൈക്ക് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുക, തിരിച്ചത് ഇവിടെ കൊണ്ട് കെട്ടി തൂക്കണം. അപ്പൊ ബൈക്കിന് ഒരു 100 റുപ്യന്റെ പെട്രോൾ ആവും. അതിന് 1 റുപ്യ കൂടിയാൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ആ 1 റുപ്യ ആ ഞാലിപ്പൂവിന് കൂടൂലേ? നമ്മൾ സമ്മതിക്കാണ് സഖാക്കളെ, പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടിയാൽ കേരളത്തിൽ വിലവർധനമുണ്ടാകും. ഞാൻ സമയം എടുക്കുന്നില്ല, ഞാൻ പറഞ്ഞ അവസാനിക്കാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോ കേരളത്തിലെ പെട്രോളിന്റെ വില എത്രയായിരുന്നു? ഡീസലിന്റെ വില എത്രയായിരുന്നു? ഡീസലിന് 60, പെട്രോളിന് 70. ഒരു ആവറേജ് വിലയാണ് കേട്ടോ. ഇപ്പൊ പെട്രോളിന് 105 ഉണ്ട്, ഡീസലിന് ഏതാണ്ട് 100-ന് അടുത്തുണ്ട് അല്ലേ? വിലയില്ലേ? കൂടിയോ? കൂടി. ആര് കൂട്ടി? മോഡി കൂട്ടി. ഞങ്ങളുടെ ഒരു ചോദ്യം ഉണ്ട്, എന്താണ്? മോഡി ഒറ്റക്കാണോ കൂട്ടിയത്? ഞാനിപ്പോ ഇവിടുന്ന് ഹൈവേ നിങ്ങൾ വരുമ്പോ അവിടെ ഒരു പമ്പ് കണ്ടു. ആ പമ്പില് 1 ലിറ്റർ പെട്രോൾ വരുമ്പോ ആ പെട്രോളിന്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് കൊച്ചിൻ റിഫൈനറിയിൽ അത് ശുദ്ധീകരിച്ച് അത് പെട്രോളാക്കി, അത് ഡീസലാക്കി, അത് കണ്ടെയ്നറിൽ കയറ്റി, ടാങ്കറിൽ കയറ്റി നിങ്ങളുടെ തേഞ്ഞിപ്പാലത്തെ പെട്രോൾ പമ്പിൽ എത്തുമ്പോ 1 ലിറ്റർ പെട്രോളിന് ചെലവാകുന്ന രൂപ 66 രൂപ എന്നാണ് കണക്ക്. എത്ര? 66. നീ സാധു പമ്പുകാരനെ ഇപ്പൊ എന്തെങ്കിലും കിട്ടണ്ട, അയാളിപ്പോ ഒരു പരിപാടിയായിട്ടിരിക്കല്ലോ തേഞ്ഞിപ്പാലത്ത്. സാധുവിന് വാടക കൊടുക്കണം, കെട്ടിടം പടുതു, അതിന് ജീവിക്കണം, ആ പെട്രോൾ അടിക്കാൻ നിൽക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണം. ഇടയ്ക്ക് ലീഗാരും CPM-മാരൊക്കെ വരുമ്പോൾ 10,000 2,000 സാധു പിരിവ് കൊടുക്കണം. അതിനെന്തായാലും ഒരു ലാഭം വേണം. എന്നാ ലാഭം കൂട്ടാം. എത്രയാ 1 ലിറ്റർ പെട്രോളിന് അവർക്ക് കിട്ടുന്നത്? എനിക്ക് അറിയാവുന്ന കണക്കനുസരിച്ച് 4.5 രൂപയുടെയും 5.5 രൂപയുടെ ഇടയ്ക്കാണ്. അപ്പൊ 66-യും 5.5-യും എത്രയായി? ഏതാണ്ട് 71-നടുത്തായി. പിന്നെയും കിട്ടണം 34-ന്റെ കണക്ക് അല്ലേ? അതിൽ 19 രൂപ നരേന്ദ്രമോദിയുടെ നികുതിയാണ്. ആ നികുതി മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നപ്പോ വാങ്ങിയിരുന്നത് 9 രൂപയാണ്. ഇയാൾ അതിൽ വർദ്ധിപ്പിച്ചത് 10 രൂപയാണ്. അപ്പൊ 19-ന്റെ കണക്കും കിട്ടി. 83-ഉം പിന്നെന്താണ് 19, 81-ന്റെ കണക്ക് കിട്ടി ഇപ്പോ അല്ലേ?
91, 81 കണക്ക് കിട്ടി. ഇനി 26 പൈസയുടെ കണക്കും കൂടി കിട്ടണം. ആ 1 ലിറ്റർ പെട്രോള് നിങ്ങൾ തേഞ്ഞിപ്പാലത്തിൽ നിന്ന് അടിക്കുമ്പോൾ 26 രൂപ നികുതി കിട്ടുന്നത് ആർക്കാണ്? നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, പിണറായി വിജയനാണ്. ആ നികുതി ഈ രാജ്യത്ത് ഏറ്റവും അധികം കൊടുക്കുന്ന ജനങ്ങൾ, പ്രിയപ്പെട്ടവരെ, ആ ഗതികെട്ടവർ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ വിലക്കയറ്റത്തിന്റെ വർത്തമാനകാലത്ത് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ ഏറ്റവും അധികം നികുതി കൊടുക്കുന്ന ഗതികെട്ടവർ അത് മലയാളക്കരയിലെ 3.5 കോടി മനുഷ്യരാണ്. അതിൽ 3 രൂപ ഇവര് കഴിഞ്ഞതിന് മുന്നത്തെ ബജറ്റിൽ കൂട്ടിയതാണ്. 1 ലിറ്റർ പെട്രോളില് 3 രൂപ സെസ്. അതിൽ നിന്ന് 25 പൈസ മോഡിക്ക് കൊടുക്കണ്ട, അതിൽ നിന്ന് 25 പൈസ കേന്ദ്രത്തിലേക്ക് കെട്ടണ്ട. ഈ 26ന്റെ 26 അത് വാങ്ങുന്നത് ഇവരാണ്. എന്തിനാ വാങ്ങിയത്? അത് വാങ്ങിയത് പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ. ഇപ്പൊ തിരിഞ്ഞു നിങ്ങൾക്ക് പണി. നിങ്ങളെ കയ്യിൽ 1-ാം തീയതി 2000 തരും. എന്നിട്ടോ നിങ്ങൾ വാങ്ങുന്ന അരിക്കൽ ഇരട്ടി വില, നിങ്ങൾ വാങ്ങുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇരട്ടി വില, നിങ്ങൾ വാങ്ങുന്ന പെട്രോളിന് ഇരട്ടി വില. മാസം 25,000 ഉണ്ടായാലും പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഗതികേടിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിച്ചിട്ടാണ് 1 പതിറ്റാണ്ട് കാലത്തെ ഭരണം പൂർത്തിയാക്കി നവംബർ മാസം പാതിയോടെ 3500ന്റെ നക്കാപ്പിച്ചയുമായി ഈ സഖാക്കൾ പടികടന്നെത്തുന്നത് എന്ന ബോധ്യത്തോടെ. ആ പൈസ വാങ്ങി വെക്കണം, അത് ഇയാളുടെ ഔദാര്യമൊന്നുമല്ല, നമുക്ക് അവകാശപ്പെട്ടതാ. എന്നിട്ടോ ഇയാളുടെ മുഖമടച്ചൊരു അടി കൊടുക്കുന്ന മട്ടിൽ കേരളത്തെ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിലക്കയറ്റത്തിലേക്ക് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കെടുതികളുടെ ദാക്ഷിണ്യത്തിന് മലയാളക്കരയെ എറിഞ്ഞുകൊടുത്തതിന്റെ പേരിൽ പിണറായി വിജയൻ എന്ന നേതാവിന്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരമായി നമ്മള് ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നതാണ്. മൂപ്പര് ഗൾഫിലൊക്കെ പോയി. ഞാൻ ഈ കൂരിയാടിന് അടുത്തായിട്ട് അതും കൂടി പറഞ്ഞു നിർത്തിയേക്കാം. ഇന്നലെ മൂപ്പര് ഒരു പ്രസംഗം കേട്ടത്, മൂപ്പര് ഖത്തറിൽ പോയിട്ട് അവിടുത്തെ മലയാളികളോട് പ്രസംഗിക്കുകയാണ്. എന്താണെന്നറിയോ? ന്യൂയോർക്കിലെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പോഴോ ആ പെൺകുട്ടി ദേശീയപാതയിലൂടെ യാത്ര ചെയ്തു. യാത്ര ചെയ്ത് പണ്ടില്ല, ഈ കുതിരാനിൽ പോയാണ് ആരെങ്കിലും കൂടെ ടണൽ യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ട് ഇവിടെ? പാലക്കാട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഞങ്ങൾക്ക് ആ ടണൽ വഴിയാ പോവാ. കുതിരാൻ കണ്ടപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചു, ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡുകളാണല്ലോ ഇവിടെ. എനിക്ക് മൂപ്പരെ നേരിട്ട് പരിചയമില്ല, ഫോൺ നമ്പറും ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, പൊന്നാര മുഖ്യമന്ത്രി, ആ മോളെ സംശയം മാറാൻ നിങ്ങൾ കുതിരാൻ കണ്ടു കഴിയുമ്പോൾ ഒന്ന് കൂരിയാട്ട് കൂടി കൊടുത്താൽ മതില്ല. അതുപോലത്തെ ഒരു ഹൈവേ ന്യൂയോർക്കിൽ പോലും കാണും. നെടുക്ക പിളർന്നൊരു ഹൈവേ, കുത്തി ഒലിച്ചു പോയൊരു ഹൈവേ, കിലോമീറ്റർ കണക്കിന് തകർന്നു കിടക്കുന്ന ഒരു ഹൈവേ. പ്രിയപ്പെട്ടവരെ, ഇയാൾ ഈ പച്ചക്കള്ളം ഖത്തറിൽ പോയി പറയുമ്പോ അതിന്റെ റീൽസ് ഒരു ഉളുപ്പില്ലാതെ തേഞ്ഞിപ്പാലത്ത് നീരൽപ്പാലത്തെ സഖാവ് നിങ്ങളുടെ മുമ്പിൽ ഓടിക്കുമ്പോ നിങ്ങൾ അവസാനം കിട്ടിയ കിറ്റ്, അവസാനം കിട്ടിയ പെൻഷൻ അത് മാത്രം ഓർത്ത് വെക്കരുത്. നിങ്ങളുടെ ഈ നാട്ടിൽ, ഈ ചലാരിയിൽ, ഈ കൂരിയാട്ട് ആ ഹൈവേ നെടുക്കെ പിളർന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു മഴ പെയ്തപ്പോ ഈ കേരളത്തിലെ ഈ മഴക്കാലത്തെ ആദ്യത്തെ മഴയ്ക്ക് ആ ദേശീയപാത വിണ്ടുപൊട്ടി അത് നെടുക പിളർന്നു. മഹാഭാഗ്യം കൊണ്ട് കേരളം ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന ആളാണ്. ഇന്നലെ രാത്രിയാണ് ഞാൻ കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് മടങ്ങിയത്, മഞ്ചേരിയിൽ നിന്ന്. ഇന്നലെ രാത്രി ഒരു 11 മണിയായി. ഇന്ന് 4:30 ഇറങ്ങി. 5 മണിക്കൂർ ഞാൻ എന്റെ വീട്ടിലുണ്ടായിട്ടുള്ളൂ. സുബൈക്ക് 4:30 ഇറങ്ങിയത് ഇന്ന് ഇങ്ങോട്ട്. വേറെ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വന്ന് ഇനി വാഴക്കാട്ട് പോകണം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കത്തിൽ കിടന്നിട്ട് ഇങ്ങനെ വണ്ടിയിലിരുന്ന് തുറന്നു നോക്കുമ്പോ ഈ ബണ്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിടത് സർവീസ് റോഡിൽ കൂടെ പോകുമ്പോ കാണാം. 100-100 അടി പൊക്കത്തിന് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക. എന്നിട്ടോ ഇന്റർലോക്ക് പോലത്തെ ഒരു സാധനം വെച്ച് ഇങ്ങനെ കടിപ്പിച്ച് വെച്ചിരിക്കുക അല്ലേ. കാണുമ്പോൾ ഞാൻ അള്ളാനെ വിളിച്ചു പറഞ്ഞു. കാരണം അതിങ്ങോട്ട് തള്ളിയാൽ എന്റെ ഫോണിലേക്ക് ബഷീർക്ക് വിളിച്ചുകൊണ്ടിരിക്കാന്നല്ലാണ്ട് അള്ളാന്റെ ദുനിയാവിൽ ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ 3 മാസങ്ങൾ പിടിക്കും. ആ ചെക്കൻ്റെ അനുഭവം ഓർമ്മയില്ല നമുക്ക്. അർജുന്റെ 3 മാസം ഉണ്ടാവും. ഷിബുമി ഹയാത്തിലുണ്ടോ മൗത്തായോ? ഇത് കിട്ടാണ്ട് ഇപ്പൊ മൗത്തായി തീർച്ചപ്പെടുത്താൻ നിവൃത്തിയില്ലല്ലോ. നമുക്ക് ഏത് ബോഡി കിട്ടണം എന്ന് വെച്ചാൽ ഞാൻ മരിച്ചോ ജീവിച്ചോ എന്ന് തീരുമാനിക്കാൻ തന്നെ 3 മാസം എടുക്കും. ഇതെന്റെ അനുഭവമല്ല, അത് കെട്ടിവെച്ചതാണ്. 100 അടി ഉയരത്തിൽ മണ്ണിട്ട് ഇങ്ങനെ കെട്ടിപ്പോക്കുക വയലിന്റെ ഒത്ത നടുക്കിലൂടെ. ഈ നാട്ടിൽ ഇപ്രായമുള്ള കാർന്നോമാര് പറഞ്ഞു, ഈ ഗവൺമെന്റിനോട് എഞ്ചിനീയർമാരും, പൊന്നാര സാറേ നിങ്ങൾ അത്രയും പഠിപ്പും വിവരം എഞ്ചിനീയറിംഗ് ഒന്നും നമുക്കറിയില്ല. ഇപ്പൊ ബഷീർഖാന്റെ കൂട്ടിനെ കണ്ടോ, സിവിലാണ്. ഈ സിവിൽ ഒന്നും നമ്മൾ പഠിക്കണ്ടല്ലോ. പാടത്തിന്റെ ഒത്ത നടുക്ക് 2 സിമന്റ് കട്ട ഇങ്ങനെ പൊട്ടി വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് മണ്ണിട്ടാൽ മഴ പെയ്യുമ്പോൾ ആ മണ്ണിരിക്കും. ഇതിന്റെ അടി തള്ളിപ്പോവും, അത് വിണ്ടുപോകുന്ന അറിയാൻ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ കോമൺ സെൻസ് പോലെ അത് ചെയ്തില്ല. ആ റോഡ് പൊളിഞ്ഞല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ റോഡ് പണിത മന്ത്രി ആരാ? ആ മന്ത്രിയെ ഉപരോധിച്ചോ? ആ കോൺട്രാക്ടർക്കെതിരെ കേസുണ്ടോ? ഈ തേഞ്ഞിപ്പാലത്തെ ഡിവൈഎഫ്ഐക്കാരൻ അവിടെ പോയോ? ആ റോഡ് പണിത മന്ത്രിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞോ? എന്താ പറഞ്ഞില്ല? പാലാരിവട്ടത്തെ ഒരു പാലത്തിൽ ഒരു വിള്ളൽ പോലും വന്നിട്ടില്ല.
ആ പാലത്തിന് ബലക്ഷയമുണ്ട് എന്ന് ആരോ പറഞ്ഞപ്പോ എറണാകുളത്തിരിക്കുന്ന നമ്മുടെ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിന് നേരെ തേഞ്ഞിപ്പാലത്തെ ഡിവൈഎഫ്ഐക്കാരൻ പ്രകടനം നടത്തി. എന്തിനാ? പാലാരിവട്ടം പാലത്തിന്റെ മൊത്തം ഉത്തരവാദിത്തം ഇബ്രാഹിം കുഞ്ഞിന്. എന്നാൽ ഈ ഹൈവേയോ അത് തകർന്നാലോ, അത് പിളർന്നാലോ, അത് പൊട്ടിയൊലിച്ചാലോ? ആ ഹൈവേ അപകടകരമായ നിലയിലാണ് പണിതത് എന്ന് വരുമ്പോ അത് പണിത കേന്ദ്രത്തിലെ മന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെ ഒരു വാക്കുമിണ്ടേണ്ടിയിരുന്ന ഡിവൈഎഫ്ഐക്കാരെന്ന് മാത്രമല്ല, ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ്, കേരളത്തിന്റെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആ റോഡ് തകർന്നതിന്റെ പിറ്റേ ആഴ്ച അമ്മോശനെയും കൂട്ടി പോയിട്ട് ബൊക്കെ കൊടുക്കാണ്. ആർക്ക്? ഹൈവേ പണിത മന്ത്രിക്ക്, നിതിൻ ഗഡ്കരിക്ക്. എന്താ കാര്യം അറിയോ? നിങ്ങളെ ഹൈവേ ഇവിടെ പണിത് പോകുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ട് കാസർഗോഡ് വരെ ഉണ്ടത്. ആ ഹൈവേയുടെ പണിയിൽ വലിയൊരു ഭാഗം കിട്ടിയത് മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാ. ഇവിടെ പണിതത് വേറെ കമ്പനിയാണ്, പക്ഷേ കാസർഗോഡ് ഭാഗത്തൊക്കെ പണിത് അവരാണ്. ഇവിടുത്തെ പണിത കമ്പനി അടക്കം ഈ മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ പേര് രാജ്യം കേൾക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് കാലത്താണ്. 50 കോടി രൂപയാണ് ആ കമ്പനി രാജ്യം ഭരിക്കുന്ന BJPക്ക് കൊടുത്തത്. ഞാൻ നിർത്തുകയാണ്. അപ്പൊ BJPക്ക് 50 കോടി കിട്ടി. പ്രിയപ്പെട്ട സഖാവേ, ഷിബു മീരാൻ ഇവിടെ നിന്ന് ചങ്കത്ത് കൈവച്ചു പറയുന്നത് സത്യമാണ്. നിങ്ങളുടെ പാർട്ടിക്ക് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം സംഭാവന ലഭിച്ചവരുടെ പട്ടിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഷിബു മീരാനും ലീഗ് ഉണ്ടാക്കിയ രേഖയല്ല. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന നിങ്ങളുടെ പാർട്ടിയുടെ കേരള ഘടകം അവർ കൊടുത്ത കണക്കുണ്ട്. ആ കണക്ക് തുടങ്ങുന്നത് മുത്തൂറ്റ് ഫിനാൻസ്, മലബാർ സിമൻസ്, അങ്ങനെയാണ്. അതിൽ 9ാമത്തെ എൻട്രിയായി മേഘ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയുടെ പേരുണ്ട്. ആ കമ്പനി നിങ്ങളുടെ പാർട്ടി ഫണ്ടിലേക്ക് 25 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ഈ കേരളത്തിൽ ഇത് കാണുന്ന കേൾക്കുന്ന ഒരു സഖാവും ഇത് നിഷേധിക്കാൻ ഇറങ്ങി പുറപ്പെടരുത്. ഞാൻ പരിശോധിച്ചത് നിങ്ങളുടെ പാർട്ടി കൊടുത്ത കണക്കാണ്. ആ കണക്കനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയ 25 ലക്ഷം നിങ്ങൾ വാവൂട്ടി. മൂപ്പർക്ക് ഡൽഹിയിൽ കിട്ടിയ 50 കോടി അവിടെ ഇരിക്കുന്ന മുതലാളിമാരും വാവൂട്ടി. ഈ കാണുന്ന ഹൈവേയുടെ മറവിൽ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും നികുതി പൈസ ഇവർ ഒത്തുചേർന്ന് അടിച്ചു മാറ്റിയത് കോടിക്കണക്കിനാണ് എന്ന തിരിച്ചറിവ് ഈ അഴിമതിയിൽ, ഈ വർഗീയ രാഷ്ട്രീയത്തിൽ ഇവർ പങ്ക് കച്ചവടക്കാരാണ് എന്ന ബോധ്യത്തോടെ വേണം വരാൻ.